കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയൊരു മാനസിക സംഘർഷത്തിലായിരുന്നു. എൻ്റെ സത്യം പറഞ്ഞാൽ ഒന്നിനോടും പ്രതികരിക്കാനുള്ളൊരു മാനസിക നിലയിലായിരുന്നില്ല ഞാൻ. പക്ഷേ എൻ്റെ ഈ ഒരു കുടുംബജീവിതം തകർന്നതിന് ഈ കേരളത്തിലെ ഈ പാലക്കാട്ടിനെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ചും അതുപോലെ SIT പോലുള്ള സംഘങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ വരും, കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പരാതി കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടായിട്ടുള്ള മാനനഷ്ടം തന്നെയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ അനുജന്മാരുണ്ടാവാം, നിങ്ങൾക്കൊക്കെ സുഹൃത്തുക്കളും സഹോദരന്മാരും ഉണ്ടാവാം. ഒരു കണ്ണാപ്പിയുടെ കല്യാണം പോലെ നടന്നൊരു കല്യാണമല്ല ഇത്. അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു പെൺകുട്ടിയെ ചാടിച്ചു കൊണ്ടുപോയിട്ട് നടത്തിയൊരു കല്യാണമല്ല. അത്യാവശ്യം കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും അതുപോലുള്ള ഈ സമൂഹത്തിലെ അത്യാവശ്യം എല്ലാ വേണ്ടപ്പെട്ട ആളുകളെയും വിളിച്ച് ക്ഷണപത്രം അടിച്ച് നടത്തിയൊരു വിവാഹമായിരുന്നു അത്. കോടതിയുടെ പരിഗണനയിലുള്ളൊരു കേസാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയില്ല. കാരണം കുറ്റവാളികൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അത് ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ കാരണം അത് കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയാക്കാൻ കഴിയില്ല. കാരണം രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും അറിയൂ. മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. എന്താണ് നടന്നത്, എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ രാഹുൽ അതിൽ കുറ്റം മനസ്സിലാക്കുന്നു.